എന്താ BJP കോർ കമ്മിറ്റി യോഗം അല്ലേ? കോർ കമ്മിറ്റി യോഗം. അതിൽ ഈ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരും PC ജോർജ് മകനും ഷോണൊക്കെ നടത്തിയ ചില പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നുള്ള ഒരു നിലപാടാണ് പാർട്ടി നേതൃത്വം സ്വീകരിച്ചെന്നാണ് പറയപ്പെടുന്നത്. അതിനകത്ത് അവർ പറഞ്ഞത് എന്താ, ദീപികയ്ക്കെതിരെയാണ് ഞങ്ങൾ പറഞ്ഞത്. കാരണം ദീപിക സഭയുടെ പത്രം അല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കൊണ്ടുവച്ചിരിക്കുന്ന ഒരു സാധനം. അതെ, എന്താണെന്ന് ചോദിച്ചാൽ ഈ ദീപികയുടെ ചരിത്രം നമുക്കറിയാമല്ലോ. നസ്രാണി ദീപിക എന്ന പേരിൽ തുടങ്ങി ഒരു കേരളത്തിൽ ഇന്നത്തെ ഏറ്റവും പഴക്കമുള്ള മുത്തശ്ശി പത്രം പിന്നെ കത്തോലിക്ക സഭയുടെ മുഖപത്രം എന്നറിയപ്പെടുന്ന പത്രം. അപ്പം അതിനകത്ത് PC ജോർജും ഷോൺ ജോർജും എതിർത്തത് ബിഷപ്പുമാർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനാണ് അല്ലേ? അതെ, അവർ പറഞ്ഞത് കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെതിരെയാണ് പ്രധാനമായ ഒരു പ്രശ്നം ഉന്നയിച്ചത്. അതായത് FCRA അമെൻമെൻറ്റ്, വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിൽ വരുന്ന അമെൻമെൻറ്റ്, ഈ അമെൻമെൻറ്റ് ക്രൈസ്തവ സഭകളെ ദ്രോഹിക്കുന്നതാണെന്നും ന്യൂനപക്ഷ പീഡന നയമാണെന്നുമാണ് ഈ ബിഷപ്പുമാരുടെ അഭിപ്രായം. പക്ഷേ ഈ പുതുതായിട്ട് BJPയിലേക്ക് എന്ന ആൾക്കാരാണ് ഷോണും PC ജോർജും. അവരെ BJP കൊണ്ടുവന്നതും അച്ഛനും മകനും സീറ്റ് കൊടുത്തതുപോലും സഭയുടെ പിന്തുണ പ്രതീക്ഷിച്ചാണ്. കത്തോലിക്ക കാഞ്ഞിരപ്പള്ളി രൂപത അവരെ രണ്ടുപേരെയും പിന്തുണയ്ക്കും എന്നുള്ള രീതിയാണ്. പാലാ രൂപതയാണേലും കാഞ്ഞിരപ്പള്ളി രൂപതയാണേലും ഇവരെ രണ്ടുപേരെയും പിന്തുണയ്ക്കും എന്നുള്ള ഒരു കണക്കൂട്ടലിലാണ് കൊണ്ടുവന്നത്. പക്ഷേ ഇലക്ഷൻ കഴിയുമ്പോൾ PC ജോർജിന് എവിടുന്നോ വിവരം കിട്ടുന്നു, കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് കന്യാസ്ത്രീ മഠങ്ങളിൽ വിളിച്ചിട്ട് UDF നോട്ട് ചെയ്യാൻ പറഞ്ഞു എന്ന്. അതിനെ കാരണമായിട്ട് പറഞ്ഞ് അവർ FCRA എന്നുള്ളത്. അപ്പോൾ FCRA എന്നുള്ളത് ഇന്ത്യ മഹാരാജ്യത്തുള്ള നിയമമാണെന്നോ അത് അംഗീകരിക്കണമെന്നുള്ളതാണ് PC ജോർജിൻ്റെ മറുപടി. അതെ. അപ്പോൾ ആ PC ജോർജിനെ മകനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ഒരു ശ്രമം നടക്കുകയും ചെയ്തു. പക്ഷേ PC ജോർജും മകനും BJPയുടെ ഔദ്യോഗിക വക്താക്കൾ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. സുരേഷിനെ പോലുള്ള BJPയുടെ ആണെന്ന് പറഞ്ഞ് അവരെ തള്ളിക്കളയും. പക്ഷേ ഇന്നിപ്പോൾ കോർ കമ്മിറ്റി യോഗത്തിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത അനുസരിച്ച് പാർട്ടി കത്തോലിക്ക സഭയ്ക്ക് ഒപ്പമാണ്, ഒപ്പം ദീപയ്ക്കും എതിരെ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവരുടെ പ്രസ്താവനകൾ ദീപയ്ക്ക് എതിരാണ്, ദീപയ്ക്ക് മാത്രം എതിരാണ് എന്നുള്ള രീതിയിലേക്ക് മാറ്റി അതിനെ എനിക്കൊന്ന് ലഘൂകരിച്ച സംഭവം ആയിരിക്കാം. പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നത് ഷോൺ പോയി ബിഷപ്പുമാരെ കണ്ടിരുന്നു എന്ന് തോന്നുന്നു. യാഥാർത്ഥ്യം ഇന്നലെ പാലാ ബിഷപ്പും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം മെനിഞ്ഞാന്നാണെന്ന് തോന്നുന്നു. അദ്ദേഹം അത് പരസ്യമായി അതെടുത്ത് പേര് പറഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹം ഭംഗ്യന്തരാണ് പറഞ്ഞത് ഈ അവരുടെ വിഷയത്തെക്കുറിച്ച് തന്നെയാണ്. ഇത് എത്ര രൂക്ഷമായ ഭാഷയെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, അദ്ദേഹം കുറച്ചുകൂടെ മൈൽഡായിട്ട് പറഞ്ഞു. എങ്കിൽ പോലും അതും ഒരു പക്ഷേ അത് ഇവർക്ക് BJPക്ക് ഒരു ഞെട്ടം ഉണ്ടായിക്കാണ്. കാരണം അവരിപ്പം ക്രൈസ്തവരുമായി ഏറ്റവും നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒറ്റയടിക്ക് ഇവരെ പണക്കേണ്ടതില്ലായിരുന്നു എന്നുള്ള ഒരു വിഷയമാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. PC ജോർജും മകനും ഒക്കെ നേരത്തെ അവരുടേതായ സ്വന്തം പാർട്ടി ഉണ്ടായിരുന്ന ആളാണ്. അവർക്ക് നിലപാടങ്ങ് പ്രഖ്യാപിക്കാൻ കുഴപ്പമൊന്നുമില്ല. ജനശക്തിയോ ജനപക്ഷം. പക്ഷേ അതിൻ്റെ ഒരു വിഷയമുള്ളത് ഇവർ മറ്റൊരു പാർട്ടിയിലേക്ക് ചെന്ന് ചേരുമ്പോൾ പിന്നെ ആ പാർട്ടിയുടെ നയങ്ങൾ അവർ നോക്കണ്ടില്ല. അപ്പോൾ അങ്ങനെ ഇപ്പം ബിഷപ്പിനെതിരെ ഒരു പ്രസ്ഥാനം നടത്തണമെങ്കിൽ പോലും അത് പാർട്ടി നേതൃത്വത്തിൻ്റെ അനുമതി വാങ്ങിയിട്ട് ചെയ്യാൻ പാടുള്ളൂ. അവർ ഈ പാർട്ടിക്കകത്ത് ഉണ്ടെന്നുള്ള കാര്യം ഇടയ്ക്കിടയ്ക്ക് ഇവർ മറന്നുപോകും. ഒരു പാർട്ടിയുടെ ചട്ടക്കൂടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്നുള്ള കാര്യം അവർ മറന്നുപോകും. അത് സ്വാഭാവികമാണ്. കാരണം ഇത്രയും നാൾ ഒറ്റയ്ക്ക് സ്വന്തം പാർട്ടിയിലെ കേരള കോൺഗ്രസിലായിരുന്നപ്പോഴും PC ജോർജിന് സ്വന്തമായ വഴിയാണ്, PC ജോർജിൻ്റെതായ വഴിയാണ്. ഈ മകനാണേലും അതെ. അപ്പോൾ അവർ പിന്നെ എന്ത് ചെയ്തു, അവർ സ്വന്തം പാർട്ടി ഉണ്ടാക്കി. ആ സ്വന്തം പാർട്ടിയിൽ അവരാണല്ലോ രാജാക്കന്മാർ. അതെ. അപ്പോൾ അവരിപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം പാർട്ടിയിൽ ഞങ്ങൾ നിൽക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് അവർ ഇത് ചെയ്യുന്നത്. എന്താണെങ്കിലും ശരി, ഈ BJP രണ്ടു കൂട്ടരെയും തള്ളിയിട്ടില്ല. അതെ, സഭയും തള്ളിയിട്ടില്ല, PC ജോർജിനെയും തള്ളിയിട്ടില്ല. പിന്നെ BJP ഒരു കാര്യം കൂടി അറിഞ്ഞു, എന്തൊക്കെ പ്രീണന നയങ്ങൾ സ്വീകരിച്ചെന്ന് പറഞ്ഞാലും ക്രൈസ്തവ വോട്ട് ബാങ്കുകളിലേക്ക് കടന്നു കയറുക എന്ന് ഒരിക്കലും എളുപ്പമല്ല എന്നാണ് മനസ്സിലായി. അത് യാഥാർത്ഥ്യമാണ്. നമ്മളത് എളുപ്പമാണ് എന്ന് കേരളത്തിലെ ഒരു വിഭാഗം നേതാക്കൾ കരുതിയിരുന്നു എന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ അല്ല, അത്ര എളുപ്പമല്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത്, ഇവരുടെ ഈ സഭയുടെ ഒരു ഇരട്ടത്താപ്പ് നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യൻ മത്സരിച്ചു. എന്തുകൊണ്ട്? ജോർജ് കുര്യൻ പണ്ട് തൊട്ടേ BJPയുടെ ആളാണ്, ഇപ്പം മന്ത്രിയാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കുന്ന തരത്തിലൊരു നല്ല ബന്ധം പുലർത്തുന്ന ആളാണ്, എന്തുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കുന്ന തരത്തിലൊരു നീക്കം ഇവർ പരസ്യമായിട്ട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം അതിനകത്ത് വരുന്നുണ്ട് അല്ലേ? അതെ. അപ്പം ഈ PC ജോർജും മകനും പറയുന്ന ഒരു കാര്യം, അവരെ അവിടെ ജയിപ്പിക്കുക, അവരെ കേന്ദ്ര തലത്തിൽ അവർക്ക് ഇടപെടാൻ കഴിയും എന്നുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. അതെ. പക്ഷേ അത് അമിത്ഷാ എന്ത് പറയുന്ന കഴിഞ്ഞ ദിവസം ഷോൺ പെട്ടെന്ന് ദേഷ്യം ചോദിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ അമിത്ഷായത്ത് എന്താണ് പറഞ്ഞു വെച്ചിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം അവർ ഈ PC ജോർജും ഷോണൊക്കെ അല്പം ഭയത്തോടെയായിരിക്കും നോക്കിക്കാണുന്നത്. കാരണം അമിത്ഷാ അവിടെ കർക്കശക്കാരനായ ഒരാളാണെന്ന് നമുക്കറിയാമല്ലോ. അദ്ദേഹം വളരെ കൃത്യമായ കാര്യങ്ങൾ വിലയിരുത്തുകയും
ഈ മോദിയുടെ കുറച്ച് വ്യത്യസ്തമായ ലൈനുള്ള ഒരാളാണ് അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ, മോഡി കുറച്ചുകൂടെ ലിബറലായി പെരുമാറുമ്പോൾ അമിത്ഷാ കുറച്ചുകൂടെ കർക്കശക്കാരനാണ്. ആ കർക്കശം അദ്ദേഹം ഇവരെ കാണുമ്പോൾ തീർച്ചയായിട്ടും ചോദിക്കും എന്നുള്ള ഉറപ്പാണ്. എന്താണ് ഇവിടെ സംഭവിച്ചെന്നുള്ളതിനെ കുറിച്ച് അവർ അമിത്ഷാ വിശദീകരിക്കേണ്ടി വരും. കാരണം ഇവർ രണ്ടുപേരും പാർട്ടി വരുന്നത് ഞങ്ങൾ മധ്യ തിരുവിതാംകൂറിലെ അല്ലെ പാലാ മേഖലയിലെ കോട്ടയം ജില്ലയിലെ ക്രൈസ്തവരുടെ പ്രതിനിധിയാണ്. ഞങ്ങളാണ് ഇവിടുത്തെ മതമേലധ്യക്ഷന്മാരുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരാണ്. ഞങ്ങളെ കൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകളിൽ മാറ്റം വരുത്താൻ സാധിക്കും എന്ന് വ്യക്തമാക്കിയിട്ടാണ് ഇവർ വരുന്നത്. പക്ഷേ സഭ അല്ല, അങ്ങനെയാണെങ്കിൽ പോലും സത്യത്തിൽ ഇപ്പം സഭ ഫോൺ ചെയ്ത് പറഞ്ഞിരിക്കട്ടെ ബിഷപ്പ് കന്യാസ്ത്രീമാരോട് നിങ്ങൾ UDF വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞെങ്കിൽ പോലും അത് പാർട്ടിയോട് ആലോചിച്ചിട്ട് അവർ പരസ്യ പ്രസാരണം നടത്തിയാൽ മതിയായിരുന്നു. അത് ഒരു വലിയ ചോദ്യമാണ്. അതാണ് ഈ അതുപോലെ തന്നെ ഈ ഇവരുടെ കാര്യം വിട്ടു കഴിഞ്ഞാൽ കോർ കമ്മിറ്റി യോഗത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെ വിഷയവും ചർച്ചയായിട്ടുണ്ട്. അത് കേട്ടായിരുന്നോ? ശോഭാ സുരേന്ദ്രൻ്റെ ചീത്ത വിളിക്കുന്നത് കേട്ടോ? അതൊരു സോമൻ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് ബന്ധപ്പെട്ട് സോമനാണ് ഏറ്റവും കൂടുതൽ ശോഭയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. സ്വാഭാവികമല്ല, അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞത് ഇത്രയും സോഷ്യൽ മീഡിയയിൽ വൈറലായില്ല ആ മനുഷ്യന്റെ പേര്. അല്ല, ഇത് ഞാൻ ചോദിക്കട്ടെ, അതിനകത്തൊരു ന്യായം ഞാൻ കാണുന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ ശോഭ അവർക്കെതിരെ ആദ്യം ശോഭയ്ക്കെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ബിന്ദു എന്ന് പറഞ്ഞ ആൾ ഇടുന്നു. ആ ഇടുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ വൾഗറാണ്. അതൊരിക്കലും ആ സ്ത്രീ എഴുതിയതല്ല, അതൊരിക്കലും അവരെഴുതിയതല്ല. അവർ സംസാരിക്കുന്ന ഭാഷ കേൾക്കുമ്പോൾ എഴുതിയ ലിറ്ററേച്ചർ കാണുമ്പോൾ നമുക്കറിയാം. അതെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ചതുരവടിവിൽ എഴുതി കൊടുത്തതാണ്. ശോഭയെ മാത്രം ഇതിട്ട് ഇവർക്ക് വേണ്ടി ആരോ എഴുതി അത് പോസ്റ്റ് ചെയ്തതാണ്. അതൊന്ന്. അതിനകത്ത് ശോഭയെ വളരെ മോശമായിട്ടാണ് ചിത്രീകരിച്ചത്. അതിന് കണ്ടപ്പോൾ ഇപ്പോൾ ആരാന്നേലും നമ്മളെക്കുറിച്ച് ഒരു തെറി എഴുതി ഫേസ്ബുക്ക് ഇട്ടാൽ നമ്മൾ പ്രതികരിക്കും, ചോദിക്കും. പക്ഷേ അത് ചോദിച്ചു, അത് ഇവരോട് ചോദിച്ചു. അതെന്ത് ചെയ്തു? ശോഭ വിളിക്കുമെന്ന് അറിയാം, ഇര ഇട്ട് കൊടുത്ത് മീൻ പിടിച്ചേക്കാണ്. ശോഭ വിളിക്കുമെന്നറിയാം, ഇവർ കോൾ റെക്കോർഡ് ചെയ്തു. റെക്കോർഡ് ചെയ്തതിനകത്ത് ശോഭ നടത്തിയ പരാമർശങ്ങൾ ഇവരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ്. എന്നാൽ അത് എഡിറ്റ് ചെയ്തിട്ട് വല്ലതും വേണം പുറത്തു വിടാൻ. ഇതൊന്നും ചെയ്തില്ല, ഇത് പച്ചക്കെടുത്ത് വെളിയിൽ വിട്ടുകൊണ്ട് കുഴപ്പം എന്താ? ശോഭയെ മോശക്കാരിയാക്കാനാണ് ചെയ്തത്. ഇപ്പം രണ്ട് പേർ തമ്മിൽ സംസാരിക്കുമ്പോൾ അതിൽ കോൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ആളോട് നമ്മൾ പറയണം, നിങ്ങളുടെ കോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ പോലും ഇവിടെ വാർത്തയെ ബന്ധപ്പെട്ട് ആരുടെയെങ്കിലും ഒരു ഫോൺ റെക്കോർഡ് എടുക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയും ഞങ്ങളൊന്ന് റെക്കോർഡ് ചെയ്തോട്ടെ ചോദിച്ചിട്ടാ ഞങ്ങളിത് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ സംഭാഷണമായിട്ട് കൊടുത്തോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അത് അങ്ങനെയാണ് നമ്മളത് മര്യാദ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത് ഈ ശോഭയെ വേട്ടയാടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇതെടുത്തത്. പിന്നെ ഒരു കാര്യം പറയാം, ശോഭ ഒരുപാട് പക്വത കാണിക്കേണ്ട ഒരാളാണ്. ശോഭയ്ക്ക് 50 വയസ്സാകത്തേ ഉള്ളൂ, 50 വയസ്സാകാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷെ ശോഭയുടെ കയ്യിൽ നല്ല ധാർഷ്ട്യമുണ്ട്, നല്ല അഹങ്കാരം. ഇത് ഒരുമാതിരി ഞാനിത് മാർക്സിസ്റ്റുകാർ മാത്രമാണ് ഇത്തരം സംഭാഷണങ്ങൾ കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞ് രണ്ടാമതിന് വെട്ടോടാ കുത്തോടാ അടിക്കണമെന്നത്. അത് ശരിയാണെന്നങ്ങാണ്ട് ഇവർക്ക് തെറ്റിദ്ധരിക്കുക, അല്ലെങ്കിൽ ചുറ്റും നിൽക്കുന്ന ആരൊക്കെയോ ചേർന്ന് ശോഭ ചേച്ചി ഇങ്ങനെ തന്നെ പെരുമാറണം എന്നാലേ ഒരു മാസാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ കേരളത്തിൽ ജനങ്ങൾക്ക് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. നിഷ്പക്ഷരായ വോട്ടർമാരുണ്ടല്ലേ, അവർക്കത് ഇഷ്ടപ്പെടില്ല. ശോഭ കുറച്ചുകൂടെ സൗമ്യമായിട്ട് സംസാരിക്കണമായിരുന്നു അവരുടെ അടുത്ത്. ശോഭ ഒരു രാഷ്ട്രീയ കാരണത്തിൻ്റെ പേരിൽ ഒരു എതിർ രാഷ്ട്രീയ കക്ഷികളോട് കയറി ചൂടാകുകയോ സംസാരിക്കുകയോ അല്ലെ പോലീസിനോട് സംസാരിക്കുകയോ അതിനകത്തൊന്നും ഒരു വിഷയമില്ല. ഇത് പക്ഷേ സ്വന്തം പാർട്ടിക്കകത്താണ്. നമ്മുടെ വിഷയമൊക്കെ വന്നപ്പോൾ തന്നെ വളരെ ശക്തമായി നമുക്ക് വേണ്ടി വരികയും പോലീസ് സ്റ്റേഷനിലൊക്കെ അവർ ശക്തിയെ പ്രതികരിക്കുകയും ചെയ്തു. അത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ പെരുമാറേണ്ടതും പെരുമാറാണ്ടാത്തതുമായുള്ള സിറ്റുവേഷൻസ് തിരിച്ചറിയാനുള്ള ഒരു അത് ശോഭാ സുരേന്ദ്രന് വേണ്ടിയിരുന്നു. എന്താണെങ്കിലും ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു വനിതാ നേതാവായിരുന്നു. അവരെ അതിൻ്റെ ആ ഇമേജിനെ വളരെ മോശമായിട്ട്, അത് ഈ ശോഭയ്ക്കെതിരെ ഉയരുന്ന വിവാദങ്ങളെല്ലാം തന്നെ അവർ ഇമേജിനെ താറടിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇതും അങ്ങനെ തന്നെ കൊണ്ടുവന്നതാണ് ഈ സംഭവം. അപ്പോൾ എന്തായാലും ഈ ക്രൈസ്തവ സഭകളുമായുള്ള BJPയുടെ ബന്ധത്തിൽ ഒരു പക്ഷേ അവിടെ കേന്ദ്ര നേതൃത്വത്തിന് ഇടപെടൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. PC ജോർജും മകനും പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ഇടപെടൽ നടത്തി അത് പാച്ചപ്പ് ചെയ്യാനുള്ള ശ്രമമായിരിക്കും. പിന്നെ ജോർജ് കുര്യനും ഉണ്ടല്ലോ. പക്ഷേ ഇവർ എന്തൊക്കെ ഇടപെടൽ നടത്തിയെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ FCRA അമെൻമെൻറ്റ് ബില്ലിനകത്ത് യാതൊരു മാറ്റവും വരാനുള്ള സാധ്യത അത് നടക്കില്ലല്ലോ. അതിനകത്തെ നിർണായകമായ വിഷയങ്ങൾ എന്താ? ഈ FCRA രജിസ്ട്രേഷൻ മുടങ്ങിപ്പോവുകയോ റദ്ദാക്കുകയോ ചെയ്താൽ ഈ FCRA ഫണ്ട് ഉപയോഗിച്ച് ഇവർ നിർമ്മിച്ച വിദ്യാലയങ്ങളാകട്ടെ, ആശുപത്രികളാകട്ടെ, ഇവർ മറ്റ് ആരാധനാലയങ്ങളാകട്ടെ എല്ലാം എവിടേക്ക് പോകും? സർക്കാർ രൂപീകരിക്കുന്ന ഒരു അതോറിറ്റിയിലേക്ക് പോകും. അപ്പം ക്രൈസ്തവ ക്ഷേമ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ട്രസ്റ്റ് വരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ഏതോ പത്രത്തിൽ ഒരു വാർത്ത കണ്ടത്. അപ്പോൾ ഇതിൻ്റെ ചുമതല ഇവർക്ക് ഏറ്റെടുക്കും. ഇപ്പോൾ വഖഫ് ബോർഡ് പോലെ ആയിരിക്കും, അല്ലെ ദേവസ്വം ബോർഡ് പോലൊരു മാതൃകയിലായിരിക്കും. ഇത് വേണ്ടാത്ത ഇങ്ങനെ വരുന്ന സാധനങ്ങൾ ഏറ്റെടുത്തിട്ട് പിന്നീട് രജിസ്ട്രേഷൻ തിരികെ കിട്ടുകയും
ഈ കോലാഹലങ്ങൾ അവസാനിക്കുമ്പോൾ തിരിച്ചു കൊടുക്കാനുള്ള വകുപ്പുണ്ട് അതിനകത്ത്, അതാരും പറയുന്നില്ല. അതെ. അപ്പോൾ പക്ഷേ ഇവർ ഇതിനകത്ത് പറയുന്നത് എന്താണ്, ഈ പറയുന്ന ട്രസ്റ്റിന് കീഴിലേക്ക് ഈ പള്ളിവക വസ്തുക്കൾ അല്ലെങ്കിൽ സഭവക വസ്തുക്കൾ ഇവർ പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കമാണ്. അതിൻ്റെ അടുത്ത ഓപ്ഷൻ എന്താണ്, നിങ്ങളുടെ രജിസ്ട്രേഷൻ എപ്പോൾ റദ്ദാണോ അപ്പോൾ ഇത് ഇവരിനകത്തോട്ട് അറ്റാച്ച് ചെയ്യും. നിങ്ങൾക്ക് എപ്പോൾ രജിസ്ട്രേഷൻ തിരികെ കിട്ടുന്നോ, നിങ്ങൾക്ക് FCRA രജിസ്ട്രേഷൻ എപ്പോൾ നിങ്ങളുടെ പുതുക്കുന്നോ ആ സമയത്ത് ഞങ്ങളിത് തിരിച്ചു തരും. അതുവരെ ഈ ട്രസ്റ്റ് അല്ലെ ഈ അതോറിറ്റി ഇത് ഭരിക്കും. അതിനകത്ത് എന്തോ ഇത്ര ഉള്ളതെന്ന് ചോദിച്ചാൽ അത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇത് നമ്മുടെ രാജ്യത്തൊരു നിയമമാണ്, ഇതനുസരിച്ച് എല്ലാവരും നിർബന്ധിതരാണ്. പക്ഷേ അത് ഇപ്പം PC ജോർജൊക്കെ പറഞ്ഞ ഭാഷയിലാണ് അതിൻ്റെ ഒരു പ്രശ്നമുള്ളത്. PC മോനും ഇത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇത് എന്തുകൊണ്ട് മാറ്റിലുള്ള മൊത്തം ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ട് അംഗീകരിച്ചുകൂടാ? എന്തായാലും പിന്നെ BJPയുടെ കോർ കമ്മിറ്റി യോഗത്തിൽ വളരെ നിർണായക വിജയസാധ്യതയെക്കുറിച്ചൊന്നും വലിയ ചർച്ച നടന്നിട്ടില്ല. ഒന്നും അവർ തീർത്ത് പറഞ്ഞിട്ടില്ല എത്ര സീറ്റ് കിട്ടുമെന്നുള്ളതിനെക്കുറിച്ച്. അവർക്കും ആ ഒരു ഇത്തവണത്തെ ആ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ എങ്ങനെയാണെന്നുള്ളത് ഇതുവരെ അവർക്ക് വ്യക്തമായിട്ടില്ല. വളരെ പെർഫോമൻസ് മോശമാണ്, കേന്ദ്ര നേതൃത്വത്തോട് ഒരു സമാനം പറഞ്ഞു വരുന്നുള്ള പ്രശ്നം കൂടെ വരുന്നുണ്ട് സംസ്ഥാന നേതൃത്വത്തിൽ. രാജീവ് ചന്ദ്രശേഖരനെതിരെ രൂക്ഷ വിമർശനമുണ്ട് പാർട്ടിക്കകത്ത്. അപ്പോൾ ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ BJP ക്രൈസ്തവ സഭകളുമായുള്ള ബന്ധം ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന്.